ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ ഊട്ടിയിലെ ലാസ്റ്റ് ഡേ ആണ്. ഞങ്ങൾ തിരിച്ചു പോവാണ്. അപ്പോൾ ഞങ്ങൾ അതായത് നമ്മൾ താമസിച്ച റിസോർട്ടിൻ്റെ കുറച്ച് ഡീറ്റെയിലും കൂടെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ താമസിച്ചത് ഊട്ടി ബസ് സ്റ്റാൻഡിൻ്റെ നിയറസ്റ്റ് അല്ല, കുറച്ച് ഉള്ളോട്ട് കയറിയിട്ടാണ്. പക്ഷേ അടിപൊളി സ്ഥലമാണ്. റിസോർട്ട് മീൻസ് നമുക്ക് മലയാളി തന്നെ നടത്തുന്നതാണ്. അപ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ ഒരു അറ്റ്മോസ്ഫിയറും കാര്യങ്ങളും പിന്നെ നമ്മൾ കംഫേർട്ട് ആൻഡ് സേഫ് ആയിരുന്നു. ആ ഒരു കാര്യം നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം റിസോർട്ട് എങ്ങനെയാണ്, എന്താണ് ഇവിടുത്തെ ഇത്. ഞങ്ങളാണ് ഫ്രണ്ട്. ഒരുപാട് എന്താ പറയുക, നല്ല നമുക്കിവിടെ നിന്നപ്പോൾ തന്നെ നല്ലപോലെ ക്ലൈമറ്റിൻ്റെ ഈ മഞ്ഞ് വീഴുന്നതും എല്ലാം നല്ല ക്ലിയറായിട്ട് നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ കാണാൻ പറ്റി. എൻട്രൻസ് വരുന്നത് ഇവിടെയാണ്, അവിടെയാണ് എൻട്രൻസ്. ഓക്കെ, ഇനി നമുക്ക് നമ്മളെ റൂമിലേക്ക് പോവാം. ഇതാണ് നമ്മുടെ റൂം. ഒരു ലിവിങ് ഏരിയ ഉണ്ട്, ഒരു സോഫ സെറ്റ്, ഒരു ലിവിങ് ഏരിയ. പിന്നെ വരുന്നത് നേരെ നമ്മുടെ റൂമിലേക്കാണ്. ഇതാണ് നമ്മുടെ റൂം എന്നത്. എല്ലാ കാര്യവും ഇപ്പം ഞങ്ങൾ പോകാനുള്ള തിരക്കിലായത് കാരണം പാക്കിംഗ് ഒക്കെ ചെയ്ത് വെച്ചിട്ടാണ് ഉള്ളത്. നല്ല വാഷ്റൂം ഉണ്ട്. പിന്നെ അത്യാവശ്യം നല്ല തണുപ്പ് നമുക്ക് ഇതിനകത്ത് ക്ലോസ് ചെയ്ത് നിന്നപ്പോൾ നമുക്ക് അറിയാൻ പറ്റിയിട്ടില്ല. നല്ലൊരു ഹീറ്റ് ഫീൽ ചെയ്തു. പിന്നെ അതുകൂടാണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം ഒരു റൂമിനുള്ള എല്ലാ സെറ്റിങ്സും ഇതിൽ തന്നെ ഉണ്ട്. പിന്നെ നമുക്ക് ഫുഡ് കഴിക്കാനുള്ള ഏരിയ ഉണ്ട്. ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇത് ഒരു ഡൈനിങ് ഏരിയ ആയിട്ട് ലിവിങ് ഏരിയ ആയിട്ടും നമുക്ക് യൂസ് ചെയ്യാം. ഇവിടെ ടി വി ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇനി ഈ ഒരു കാഴ്ച കണ്ടിട്ടും ശരിക്കും നമുക്ക് മതിയാവില്ല. ഞങ്ങൾ നെക്സ്റ്റ് ടൈം വീണ്ടും ഇതേ സ്ഥലത്ത് തന്നെയാണ് വരാൻ പോകുന്നത്. നമുക്ക് നല്ല കംഫർട്ടായും ഇവിടെ നമുക്കിപ്പോൾ ഒരു കുറച്ചധികം ആൾക്കാർ വരികയാണെങ്കിൽ ക്യാമ്പ് ഫയർ കാര്യങ്ങളൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ശരിക്കും ഒരു ഹോം സ്റ്റേ ആണ്. നമുക്കിപ്പോൾ ഹോട്ടൽസിലൊക്കെ താമസിക്കുന്നതിനെക്കാട്ടും നമ്മൾ വീട്ടിൽ താമസിക്കുന്ന അതേ ഒരു ഫീലാണ് നമുക്ക് ഇവിടെ ഉണ്ടായത്. ഇവിടെ വന്നപ്പോൾ നമുക്ക് ഫുഡിൻ്റെ കാര്യവും ബാക്കിയുള്ള ഇതിന് ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് എല്ലാ കാര്യങ്ങളും അവർ നമുക്ക് കറക്റ്റായിട്ട് എത്തിക്കുന്നുണ്ടായിരുന്നു. അതൊരു നല്ലൊരു കാര്യമായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെ ഫ്രണ്ട്സിനെയും കൂടി ഈ ഒരു കാര്യങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങൾ പോയി കാണാം. ബൈ.